വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. സോ നമ്മൾ ഇന്ന് ലൈഫ് പ്രോസസ്സസ് എന്ന ക്ലാസ് 10ന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്നൊരു മെയിൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ നമുക്കറിയാം സാപ്രോട്രോഫിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, ഹോളോസോയിക് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. സോ ഇന്ന് നമ്മൾ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കറിയാം ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആണെന്ന് അറിയാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഓർക്കേണ്ടത് ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത് they are always dependent on other organisms ആണ്. നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, വി ഡിപ്പെൻഡ് ഓൺ ഓട്ടോട്രോഫ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഇസ് എ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സിനെ കഴിക്കാൻ ആരുണ്ട്? പ്ലാന്റ്സ് ആണല്ലോ നമ്മുടെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ കാണിക്കുന്ന ആൾക്കാർ. സോ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഹെറ്ററോട്രോഫ് ഉണ്ടാകും. ആ ഹെറ്ററോട്രോഫിനെ കഴിക്കാൻ ഏതെങ്കിലും ഒരു കാർണിവോർ ഉണ്ടാവും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ we are normally dependent on plants ആണ്. ഓക്കെ, സോ which is നമുക്ക് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്നാണ്. വി ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മീറ്റിന് വേണ്ടി ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ അതേപോലെ തന്നെ പ്ലാന്റിനെയും നമ്മൾ പല കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ. സോ നമുക്ക് ഇന്ന് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. സോ ഏതൊക്കെയാണ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ നോക്കിയാലോ. ഓക്കെ, ഡിഫറെന്റ് മോഡ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡിഫറെന്റ് മോഡ്സ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ആളാണ് സാപ്രോട്രോഫിക്. ഓക്കെ, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട സാധനം. ഓക്കെ, സെക്കൻഡ് വൺ ആണ് നമുക്ക് ഏതാണ്, ഹോളോസോയിക് ന്യൂട്രീഷൻ. ഓക്കെ, ഹോളോസോയിക് ന്യൂട്രീഷൻ നോക്കണം. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഇസ് പാരസൈറ്റിക്. ഓക്കെ, പാരസൈറ്റിക് ന്യൂട്രീഷൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇവരെ 3 പേരെയാണ് നമുക്ക് ഈ ഒരു ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ നോക്കാനുള്ളത്. അപ്പൊ സാപ്രോട്രോഫിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, അതിൽ കൂടുതലായിട്ടും വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, ഡീകമ്പോസേഴ്സ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. എന്താണ് ഡീകമ്പോസേഴ്സ്? ദേ നോർമലി ഡിപ്പെൻഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിനെയായിരിക്കും ഡീകമ്പോസേഴ്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ സാപ്രോട്രോഫിലും പറയുന്നത്. ഫംഗൈ പോലത്തെ ആൾക്കാർ, മഷ്റൂം, ഫംഗൈ പോലത്തെ ആൾക്കാർ, ഈസ്റ്റ്, ഓക്കെ, ബ്രെഡ് മൗൾസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഇവരൊക്കെയാണ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുക. സോ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡൈജസ്റ്റീവ് എൻസൈംസ് ഔട്ട്സൈഡിലേക്ക് സെക്രീറ്റ് ചെയ്യാം. സോ ഇവർ കാണിക്കുന്ന ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ ന്യൂട്രീഷൻ ആണ് കാണിക്കുക. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് ഇവർ ഇവിടെ കൂടുതലായിട്ടും കാണിക്കുക. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കി നോക്കാം സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, സോ ദേ നോർമലി ഫീഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിനെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ ദേ ഡൈജസ്റ്റ് ഫുഡ് ഔട്ട്സൈഡ് ദ ബോഡി. ആ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അവരെന്താ ചെയ്യുന്നത്, ദേ ഡൈജസ്റ്റ് ദ ഫുഡ് ഔട്ട്സൈഡ് ദ ബോഡിയാണ്. സാധാരണ നമ്മുടെ കേസിലൊക്കെ നമ്മൾ എന്താണ്, ഇൻസൈഡ് ദ ബോഡിയാണ് ഡൈജസ്റ്റ് ചെയ്യാറല്ലേ. പക്ഷെ ഈ ഒരു കേസിൽ സാപ്രോട്രോഫിക് ന്യൂട്രീഷന്റെ കേസിൽ അവർ ഡൈജസ്റ്റീവ് എൻസൈം പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുക ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആലോചിക്കുക, ഇവരെന്താണ്, ഡീകമ്പോസേഴ്സ് ആണ്. ഇവരെന്ത് ചെയ്യും, ഡെഡ് ആൻഡ് ഡീക്കേഡ് ഓർഗാനിക് മാറ്ററിന്റെ മുകളിലാണ് അവരെ കാണാൻ പറ്റുക. അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, എൻസൈംസ് പുറത്തേക്കാണ് അവരെന്ത് ചെയ്യുക, സെക്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ വി കോൾ ദം ആസ് എക്സ്ട്രാ സെല്ലുലാർ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇവരെന്ത് ചെയ്യും, ഔട്ട്സൈഡ് ദ ബോഡിയിലേക്ക് എൻസൈംസ് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ന്യൂട്രിയൻസ് അവർ അബ്സോർബ് ചെയ്യും. അപ്പൊ ആലോചിക്കേണ്ടത് ഇത്രയാണ് നിങ്ങൾ, ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ന്യൂട്രിയൻസ് എൻസൈംസ് അവർ സെക്രീറ്റ് ചെയ്തിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, കോംപ്ലക്സ് സബ്സ്റ്റൻസസിനെ അവരെന്താക്കും, സിമ്പിൾ സബ്സ്റ്റൻസസ് ആക്കി മാറ്റും. എന്താണ്, സിമ്പിൾ സബ്സ്റ്റൻസസ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സിമ്പിൾ സബ്സ്റ്റൻസസ് ആക്കിയിട്ട് അതാണ് അവർ അബ്സോർബ് ചെയ്യുക. ഓക്കെ, അത് ആ ഒരു എൻസൈംസ് മീനിങ് കോംപ്ലക്സ് സബ്സ്റ്റൻസസുകളെ അവർ സിമ്പിൾ ആക്കിയിട്ട് ആ സിമ്പിൾ ന്യൂട്രിയൻസിനെ ഇവരെന്ത് ചെയ്യും, ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്? എക്സാമ്പിൾസ് വരുന്നത് ഏതാണ്? ഇതാ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് മൗൾഡ് ഒരു എക്സാമ്പിൾ ആണ്. നമ്മളെ ബ്രെഡിന്റെ മുകളിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡ് മോൾഡ് ഉണ്ടാവുന്നത് കാണാൻ പറ്റും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് വാട്ടർ ഇങ്ങനെ തളിച്ചിട്ട് നിങ്ങൾ അത് കുറച്ച് ദിവസത്തേക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫംഗസ് ഗ്രോ ചെയ്യുന്നത് കാണാം. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ കാണിക്കുന്നതാണ്. പിന്നെ നമുക്കറിയാം ഈസ്റ്റും ഒരു കൈൻഡ് ഓഫ് എന്താണ്, സാപ്രോട്രോഫിക്
സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ കാണിക്കുന്നവരാണ്. അതേപോലെ മഷ്റൂംസ്, ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഡെഡ് ആയിട്ട് ഡീകേ ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് അവരെ കാണാൻ വേണ്ടി പറ്റുക. സോ ആലോചിച്ച് വെക്കുക, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്യും, ഡൈജസ്റ്റീവ് എൻസൈം പുറത്തേക്കായിരിക്കും, ഔട്ട്സൈഡ് ആയിരിക്കും സെക്രീറ്റ് ചെയ്യാന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, സോ ദ ഡൈജഷൻ ദാറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് അവർ പോസിബിളി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ ആളാണ്. ഇവിടെ നമ്മൾ നേരത്തെ സാപ്രോട്രോഫിക് പറഞ്ഞു തന്നെ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യും, അതിന് മുകളിൽ എൻസൈം സെക്രീറ്റ് ചെയ്യും. എൻസൈം സെക്രീറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ആണെന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഔട്ട്സൈഡ് ആണ് അവർ സെക്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യും. ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡുകളെ ഔട്ട്സൈഡ് ആണ് ഡൈജസ്റ്റ് ചെയ്യുക കേട്ടോ. കോംപ്ലക്സ് ഫുഡ് ആയിട്ട് അതിനെ സിമ്പിൾ ആക്കി മാറ്റും. ഓക്കെ, സിമ്പിൾ ആക്കി മാറ്റും. എന്നിട്ട് അതിനെയായിരിക്കും ഇവരെന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യുക. ആ കാര്യം ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അതാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. ഇനി നമുക്ക് വരാൻ പോകുന്നതാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. സോ അബൌട്ട് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതൊക്കെ ഹ്യൂമൻസ് കാണിക്കുന്ന ഒരു ന്യൂട്രീഷൻ ആണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. ഓക്കെ, ഹോളോസോയിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കുക, എന്താണ്, ഇൻസൈഡ് ദ ബോഡിയിലായിരിക്കും എന്ത് നടക്കുന്നുണ്ടാവുക, ഡൈജഷൻ മേജർലി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ നമ്മുടെ കേസിൽ നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ എൻസൈംസ് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് എന്താലോചിക്കേണ്ടത്, ഹോളോസോയിക് ന്യൂട്രീഷനിൽ ആലോചിക്കുക. അത് കണ്ടില്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓർഗാനിസം ഇൻജസ്റ്റ് ഫുഡ് ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് റിമൂവ് ദ അൺഡൈജസ്റ്റഡ് ഫുഡ്. നമ്മുടെ പ്രോസസ്, നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ്. ഓക്കെ, സോ എക്സാമ്പിൾസ് ആരൊക്കെയാണ്, ഹ്യൂമൻസ് എക്സാമ്പിൾ ആണ്, കൗ എക്സാമ്പിൾ ആണ്, ലയൺ എക്സാമ്പിൾ ആണ്. ഒരാളെയും കൂടെ നിങ്ങൾക്ക് പറയാം, എമീബ. ഓക്കെ, എമീബ എന്ന് പറയുന്ന ഓർഗാനിസം. ഈ എമീബ എന്ന് പറയുന്ന ഓർഗാനിസവും ഇതേപോലെ ഹോളോസോയിക് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യും, ഫുഡ് വാക്യൂളില് എന്ത് ചെയ്യും, ഫുഡിനെ ക്യാപ്ചർ ചെയ്ത് എൻഗൾഫ് ചെയ്ത് അവിടെ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്നത്. അവരുടെ ബോഡിയുടെ ഉള്ളിലാണ് ആ പ്രൊസീജിയർ നടക്കുന്നത്. സോ നമ്മൾ അവരെ എന്ത് പറയും, ഹോളോസോയിക് ന്യൂട്രീഷൻ കാണിക്കുന്നവരാണെന്ന് പറയും. ക്ലിയർ അല്ലേ? സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇൻസൈഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്ട് ചെയ്യുന്നതും എൻസൈംസ് ആക്ട് ചെയ്യുന്നതിനെയാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് രണ്ടാമത്തത് പാരസൈറ്റിക് ന്യൂട്രീഷൻ. പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, പാരസൈറ്റ്സ് ആണ് അവിടെ മേജർ റോള് കാണിക്കുന്നത്. അപ്പൊ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിന്റെ ബോഡിയിലായിരിക്കും അവർ കൂടുതലായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഹോസ്റ്റ് അല്ലെ പാരസൈറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഹോസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. പാരസൈറ്റ് ഒരു ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് കണ്ടിന്യൂസ്ലി ന്യൂട്രിയൻസ് എടുക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പലവരെയും പറയാം. എക്സാമ്പിൾ കസ്ക്യൂട്ട. ഓക്കെ, കസ്ക്യൂട്ട അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഡോഡർ പ്ലാന്റ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു പ്ലാന്റ് നമുക്കറിയാം, കസ്ക്യൂട്ട എന്ന് പറയുന്നത് യെല്ലോ കളറിലാണ് കാണാനുള്ളത്. ദേ ഡസന്റ് ഹാവ് എ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി അല്ലെ, ഇവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അവർക്ക് എന്താണ്, ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യും, മറ്റുള്ള പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. മറ്റുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിന്റെ മുകളിൽ ട്വൈൻ ചെയ്തിട്ടായിരിക്കും ഇവരെ കാണപ്പെടുന്നുണ്ടാവുക. സോ ഇവരെന്ത് ചെയ്യും, ആ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഈ പാരസൈറ്റ് ആയിട്ടുള്ള കസ്ക്യൂട്ട പോയിട്ട് ഈ പ്ലാന്റ്സിന്റെ മുകളിൽ ട്വൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ന്യൂട്രിയൻസ് സക്ക് ചെയ്തെടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാരസൈറ്റിക് ന്യൂട്രീഷൻ. ഇനി അതേപോലെ തന്നെ ആനിമൽസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടിക്സിനെ കണ്ടിട്ടുണ്ടാവും. എക്സാമ്പിൾസ് കാണിച്ചു തരാം. ടിക്സിനെ കണ്ടിട്ടുണ്ടാവും, ലൗസിനെ കണ്ടിട്ടുണ്ടാവും, ലീച്ചിനെ കണ്ടിട്ടുണ്ടാവും, ടേപ്പ് വർമിനെ കണ്ടിട്ടുണ്ടാവും. സോ ഇവരൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരു പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഓക്കെ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടേപ്പ് വർം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈൻസിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നവരാണ്. ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് അവരെന്ത് ചെയ്യും, ന്യൂട്രിയൻസ് സക്ക് ചെയ്ത് നമ്മളെ ഫുള്ളി ഡൗൺ ആക്കുക ചെയ്യുക. നമ്മുടെ ന്യൂട്രിയൻസ് ഫുൾ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണ് ഇവർ. ഓക്കെ, സോ ആലോചിച്ച് വെക്കുക, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ കില്ല് ചെയ്യാതെ നമ്മുടെ ന്യൂട്രിയൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാരസൈറ്റ് ഓൾവേസ് ബെനിഫിറ്റ് ആണ് ആൻഡ് ഹോസ്റ്റേഴ്സ് ഹാം ആണ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ നിങ്ങൾ പഠിക്കേണ്ട, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 3 ന്യൂട്രീഷൻ പ്രോസസ്. ഇതിന്റെ എക്സാമ്പിൾസും കൃത്യമായി നോക്കുക ആൻഡ് വാട്ട് ഹാപ്പൻസ് എന്ന് നിങ്ങളും നോക്കണം. ആരിലാണ് ഇൻസൈഡ് ആണോ ഡൈജഷൻ, ഔട്ട്സൈഡ് ആണോ നടക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് നോക്കി വെക്കുക. സോ ഇതുപോലത്തെ വീഡിയോസിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.